ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പ് ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ കാണിച്ച് ഉന്നതർക്കൊപ്പം നിന്നെടുത്ത ചിത്രങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. ഉന്നതർക്കൊപ്പം ഫോട്ടോഷൂട്ടിനായി പ്രത്യേക സന്ദർഭങ്ങൾ സൃഷ്ടിച്ചു. സെക്രട്ടേറിയറ്റ് വളപ്പിൽ മുഖ്യമന്ത്രിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി പോലീസ് ആസ്ഥാനത്ത് ADGPയെ ആദരിച്ച് ചിത്രം എടുത്തിട്ടുണ്ട്. ADGP S ശ്രീജിത്തിനെ പൊന്നാട അണിയിക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. R അനന്തകൃഷ്ണനാണ് വിവരങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നത്. അനന്തൻ, തട്ടിപ്പുകാരുടെ ഒരു സ്ഥിരം രീതിയാണിത്. ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ അവരെടുക്കും. അത് കാണിച്ച് ഞാൻ ഉന്നത ബന്ധമുള്ള ആളാണ്, ഉന്നതങ്ങളിൽ പിടിയുള്ള ആളാണ് എന്ന് മറ്റുള്ളവരെ ബോധിപ്പിക്കും. എന്നിട്ട് അവരെ വിശ്വസിപ്പിച്ച് അവരിൽ നിന്ന് പണമോ ആനുകൂല്യങ്ങളോ കൈപ്പറ്റുക എന്നുള്ളത് തട്ടിപ്പുകാരുടെ ഒരു സ്ഥിരം രീതിയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അത് നടത്തിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുകയാണോ? അഭിലാഷ്, നമ്മൾ മുൻകാല തട്ടിപ്പ് ചരിത്രങ്ങൾ പരിശോധിച്ചാലും ആ തട്ടിപ്പുകാർ ആദ്യം ചെയ്യുന്നത് ഉന്നതർക്കൊപ്പമുള്ള ചിത്രങ്ങൾ എടുക്കാൻ സന്ദർഭങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ ചിത്രങ്ങൾ എടുക്കുക, ആ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ട് വലയിൽ വീഴാൻ സാധ്യതയുള്ളവരെയൊക്കെ വലയിൽ പിടിക്കുക എന്നുള്ളതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് ശബരിമല അയ്യപ്പസ്വാമിയുടെ പേരിലാണ്. അയ്യപ്പസ്വാമിയുമായി അല്ലെങ്കിൽ ആ ക്ഷേത്രവുമായി അടുത്ത ബന്ധം കാണിച്ചുകൊണ്ട് പല അയ്യപ്പ ഭക്തരെയും, അത് ഇതര സംസ്ഥാനങ്ങളിലുള്ള അടക്കം അയ്യപ്പ ഭക്തരെയും വലയിൽ വീഴ്ത്തി എന്നുള്ളതിൻ്റെ തെളിവുകൾ വന്നു. ശബരിമല സ്വർണവുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയം ജനിപ്പിക്കാവുന്ന തെളിവുകൾ ഇതിനകം പുറത്തു വന്നു. അതിനൊപ്പമാണ് മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ ഈ പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി, ഈ ഉന്നത ബന്ധം ഉണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തൻ്റെ തട്ടിപ്പുകൾക്ക് വഴിയൊരുക്കിയത് എന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുന്നത്. അതിനുവേണ്ടി ഉന്നതരുടെ ഒപ്പം നിന്ന് ചിത്രങ്ങൾ ചിത്രങ്ങൾ എടുത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശേഖരിച്ചു. അതിനുവേണ്ടി പ്രത്യേക സന്ദർഭങ്ങൾ ഒരുക്കി. ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനൊപ്പം നിൽക്കുന്ന ചിത്രമാണ്. ആ ചിത്രം നമുക്കറിയാം, ചിത്രം കാണുമ്പോൾ തന്നെ അറിയാം, അത് സെക്രട്ടേറിയറ്റിൻ്റെ മുൻവശത്ത് ആ വളപ്പിൽ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലേക്ക് കാറിലിറങ്ങി കയറി പോകുന്ന ആ കാർ പോർച്ചിൻ്റെ മുന്നിൽ നിന്ന് എടുത്തിരിക്കുന്ന ചിത്രമാണ്. ആ ചിത്രത്തിൽ സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖരൻ അടക്കം ഉള്ളവരുമുണ്ട്. അത് ഒരു ആംബുലൻസ് കൈമാറുന്ന ചടങ്ങാണ്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അത് ഔദ്യോഗികമായി നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി ദേവസ്വം ബോർഡിന് ശബരിമലയിലേക്ക് ആ മല കയറി പോകുന്ന രീതിയിൽ ഒരു ആംബുലൻസ് ദാനം ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ മുഖ്യമന്ത്രി ഇത് താക്കോൽ വാങ്ങിക്കണം എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രി വന്നിറങ്ങുന്ന സമയത്ത് ആ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഖ്യമന്ത്രിയെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടൊരു ചിത്രം, ആ താക്കോൽ കൊടുക്കുന്ന ചിത്രം ഒപ്പിച്ചെടുത്തു എന്നുള്ളതാണ്. മറ്റൊരു ചിത്രം സംസ്ഥാന പോലീസ് ആസ്ഥാനത്ത്. ആനന്ദൻ, ഈ ആംബുലൻസ് സംഭാവന ചെയ്യുക, വീട് വെച്ചു കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തുന്നുണ്ടല്ലോ. ഈ പണം എവിടെ നിന്നാണ്? അയ്യപ്പനെ കാണിച്ച് മറ്റിടങ്ങളിൽ നിന്ന് പിരിക്കുന്ന പണമാണോ ഇതൊക്കെ? തീർച്ചയായിട്ടും അങ്ങനെ വേണം സംശയിക്കാൻ. കാരണം നമുക്കറിയാം, ഈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ നമ്മൾക്ക് ലഭിച്ച തെളിവുകൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട തെളിവുകളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ബംഗളൂരു കേന്ദ്രീകരിച്ചും ചെന്നൈ കേന്ദ്രീകരിച്ചും വലിയ തോതിൽ ശബരിമലയുടെ പേരിൽ പണപ്പിരിവും ഒപ്പം തന്നെ ചില സ്പോൺസർമാരെ ഒപ്പിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം ശേഖരിക്കുന്ന അടക്കമുള്ള നടപടികൾ ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ളത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ നാട്ടിലൊക്കെ അന്വേഷിക്കുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക വളർച്ച പെട്ടെന്നായിരുന്നു എന്നുള്ളത് നാട്ടുകാരും സാക്ഷ്യം പറയുന്നുണ്ട്. അങ്ങനെ പണം സ്വരൂപിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ചിത്രങ്ങളെല്ലാം ശേഖരിച്ചത്. ഈ ചിത്രത്തിൽ ADGP S ശ്രീജിത്ത് ശബരിമലയുടെ ചാർജുള്ള ADGP ആണ്. അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഇപ്പോഴത്തെ ചിത്രങ്ങളിൽ സോണിയാഗാന്ധിയെ വരെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പോൾ അത്രയും പ്രധാനപ്പെട്ട നേതാക്കളിലേക്ക് പോലും ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അവരൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കഴിഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ആ സോണിയാഗാന്ധിക്കൊക്കെ എന്തോ സാധനം അവർക്ക് കൊടുത്ത് ഒരു ഫോട്ടോ അങ്ങ് ഒപ്പിക്കുകയാണ്. അതുപോലെ തന്നെ കടകംപള്ളിക്ക് ഒരു കവർ കൊടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ എന്തെങ്കിലും സഹായം എന്ന് പറഞ്ഞിട്ടായിരിക്കും. അതുപോലെ സോണിയാഗാന്ധിക്കൊപ്പം നിരന്ന ഈ സോണിയാഗാന്ധിക്കും കടകംപള്ളിക്കും ഒപ്പമുള്ള ചിത്രങ്ങളിൽ മറ്റൊരു താടി വെച്ച ഒരാൾ കൂടിയുണ്ട്. അയാളാണ് രമേശ് റാവു. ഇന്നലെ അയാൾ സംസാരിക്കുകയും ചെയ്തത്. അയാൾ സ്പോൺസറാണെന്നൊക്കെയാണ് പറയുന്നത്. അയാൾ അടൂർ പ്രകാശിനൊപ്പമുള്ള ചിത്രങ്ങളിലും ഉണ്ട്. അപ്പോൾ ഈ ഉന്നത ആൾക്കാർക്കൊപ്പം ഈ ചിത്രങ്ങൾ എടുക്കുക എന്നുള്ളത് കാണുമ്പോഴേ അറിയാം ഇത് വലിയ തട്ടിപ്പിനുള്ള വഴിയൊരുക്കലാണ് എന്നുള്ളത്. ഈ ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് ആന്ധ്രയിലും കർണാടകയിലും ചെന്നൈയിലുമൊക്കെയുള്ള വലിയ സാമ്പത്തിക ശേഷിയുള്ള വലിയ ധനികരായിട്ടുള്ള അയ്യപ്പ ഭക്തരെ വലയിൽ വീശി അവരെ ശബരിമലയുമായി കോർത്തിണക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ശബരിമലയിൽ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ട് പണം സ്വരൂപിച്ചത്, പണം തട്ടിയെടുത്തത്, അങ്ങനൊരു ഒരു മോഡസ് ഓപ്പറാൻഡി അയാൾക്കുണ്ടായിരുന്നു എന്ന് സംശയിക്കുന്നത്. ഈ ചിത്രങ്ങളൊക്കെ ദേവസ്വം വിജിലൻസും എടുത്തിട്ടുണ്ട്. ഇത് കോടതിയിലും സമർപ്പിച്ചെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് വലിയ തട്ടിപ്പ് നടത്താൻ ഉന്നതർക്കൊപ്പം തനിക്ക് ബന്ധമുണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു. അതിനുവേണ്ടി അവർക്കൊപ്പം ചിത്രങ്ങൾ എടുത്തു. ആ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി പ്രത്യേക സന്ദർഭങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കി എന്നാണ് മാതൃഭൂമി ന്യൂസിന് വിവരം ലഭിച്ചത്. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവിടുന്നത്. അഭിലാഷ്.
ഈ അനന്തൻ, ഈ ദൃശ്യങ്ങളിൽ കാണുന്ന രമേഷ് റാവു, ഈ രമേഷ് റാവുവിനെ കുറിച്ചാണ് കർണാടകത്തിലെ പത്രങ്ങളിൽ 2019 വാർത്ത വന്നത്. ഇയാൾ ശബരിമലയിലേക്ക് സ്വർണം സംഭാവന ചെയ്യുന്നു. പണ്ട് വിജയ് മല്യ സംഭാവന ചെയ്ത സ്വർണം മാറ്റി ഇദ്ദേഹം സംഭാവന ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് ഹൈദരാബാദിൽ നിന്ന് ചെമ്പ് കൊണ്ടുപോയി മദ്രാസിൽ സ്വർണം പൂശുന്നു എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവർ തമ്മിലുള്ള നെക്സസ് പണ്ട് മുതലേ ഉള്ളതാണെന്നുള്ളത് ഈ ഫോട്ടോകളിൽ നിന്നും വ്യക്തമാണല്ലോ. ഈ പോറ്റിക്കൊപ്പം ശബരിമല സന്നിധാനത്ത് ഈ സ്വർണ്ണപ്പാളി തിരിച്ച് ഏൽപ്പിക്കുന്ന, നമ്മൾ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ചിത്രം പുറത്തുവിട്ടതാണ്. ആ ചിത്രത്തിലും അയാളുണ്ട്. അപ്പോൾ അയാൾ എന്തിനാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉന്നതരെ കാണാൻ പോകുന്നത്? അയാൾ കൂടി ഒരു പക്ഷേ അയാളെ കൂടി ഈ ഇതിൻ്റെ ഭാഗമാക്കാൻ, എനിക്ക് ഈ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് അയാൾക്ക് കൂടി കാണിച്ചു കൊടുത്ത് വിശ്വസിപ്പിക്കാൻ വേണ്ടിയാകും ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പ്രധാനപ്പെട്ട ആൾക്കാരെ കാണാൻ പോകുമ്പോൾ അയാളെ കൂടി കൂട്ടിയത്. മാത്രമല്ല അയാൾ സ്പോൺസറാണ്. അയാൾ സ്വർണം ദാനം ചെയ്തു എന്നുള്ളത് അയാൾ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ശബരിമലയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയ വിജയ് മല്യ സമർപ്പിച്ച ആ തകിടിലെ സ്വർണം എവിടെ എന്നുള്ള ചോദ്യമാണ് അവശേഷിക്കുന്നത്. കാരണം അയാൾ പുതിയ സ്വർണം കൊടുത്തിട്ടാണ് ചെന്നൈയിൽ ഈ സ്മാർട്ട് ക്രിയേഷൻസ് ഇത് പൂശിയതെങ്കിൽ സന്നിധാനത്ത് നിന്ന് എടുത്തുകൊണ്ടുപോയ സ്വർണം എവിടെ എന്നുള്ള ചോദ്യം അവശേഷിക്കുന്നത് അയാളുടെ വെളിപ്പെടുത്തലോട് കൂടിയാണ്. ഏതായാലും വളരെ ദുരൂഹമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നടപടികൾ. ആ ദുരൂഹതയ്ക്ക് അയാളുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അയാളിപ്പോൾ തിരുവനന്തപുരത്താണുള്ളത്. ഒരു പക്ഷേ നാളെ ദേവസ്വം വിജിലൻസ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെ ഒരു സൂചന ദേവസ്വം വിജിലൻസിൽ നിന്നുണ്ടായിരുന്നു. ഇന്ന് അത് സംബന്ധിച്ചൊരു തീരുമാനം ഉറപ്പായും ഉണ്ടാകും. അഭിലാഷ്. യെസ്.